ജീവിത ആയുഷ്കാലം മുഴുവൻ, ആരോഗ്യമുള്ള കാലം മുഴുവൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ഒരുപാട് സമ്പാദിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, നല്ല വിദ്യാഭ്യാസം നൽകി, എല്ലാം ചെയ്തു. അവസാനം ജോലി കിട്ടി, കുട്ടിക്ക് ജോലി കിട്ടി. കല്യാണത്തിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ മകനൊരു വീട്, അല്ലെ മകൾക്കൊരു വീട്, എല്ല് വെള്ളമാക്കിയിട്ട് രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു. അവസാനം മകന്റെ വിവാഹം കഴിഞ്ഞു, ജോലി ബാംഗ്ലൂരോ ഇനി ആഫ്രിക്കയിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അവൻ പറയാണ്, അച്ഛാ ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങോട്ട് സെറ്റിലാവുക. എവിടെയാവുന്നേ? ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങോട്ട് സെറ്റിൽമെന്റ് ചെയ്യാണ്. അവിടെ വന്നിട്ട് അവിടുത്തെ ഒരു കൾച്ചറും നമ്മൾ ഇവിടുത്തെ കൾച്ചറൊന്നും ശരിയാവുന്നില്ല. നോക്കൂ, ഈ മാതാപിതാക്കളുടെ കൂടെ നമ്മളെ കുട്ടികളുണ്ടോ? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്? അവനവന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ സ്വസ്ഥത ഉണ്ടോ? പിന്നെ ആദ്യമായി പല ആളുകൾക്കും ഇങ്ങനെ നമ്മൾ ഈ ശുശ്രൂഷ എന്നൊക്കെ കേൾക്കാറില്ലേ? രക്ഷിതാക്കൾക്ക് എന്താ വേണ്ടത്? നമ്മൾ അച്ഛനോടും അമ്മയോടൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ ശുശ്രൂഷ ചെയ്യണം. എന്താ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ? ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സംസ്കൃത പദമാണ്. ശ്രോതും ഇച്ഛയാണ് ശുശ്രൂഷ. കേൾക്കുവാനുള്ള ആഗ്രഹത്തെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. പിപാസ എന്ന് പറയാറില്ലേ? പിപാസ ദാഹം, പാതും ഇച്ഛ കുടിക്കുവാനുള്ള ആഗ്രഹത്തെ ത്വരയാണ് എന്ന് പറയുന്നത് പിപാസ എന്ന് പറഞ്ഞാൽ. അപ്പം മാതൃപിതൃ ശുശ്രൂഷ എന്ന് പറയാൻ എന്താണ്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും, അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കലും മാത്രമല്ല, അവര് പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുന്ന ഒരു തലമുറ വളർന്നു വരണം. മനസ്സിലായോ? ശുശ്രൂഷ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് പറയുന്നത്. ഈ ശുശ്രൂഷ ലഭിക്കണമെങ്കിൽ ആദ്യമേ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഭഗവത് കഥകൾ പറഞ്ഞു കൊടുക്കണം, ഒരുമിച്ചിരുന്ന് നാമം ജപിക്കണം, ഒരുമിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ഈശ്വരീയപരമായ ചിന്തകളിലൂടെ പഠനം വേണം. ആധുനികമായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസവും വേണം. കൂടെ ഈ പഠനത്തിന്റെ കൂടെ, വിദ്യാഭ്യാസത്തിന്റെ കൂടെ, ജോലി അന്വേഷിക്കുന്നതിന്റെ കൂടെ നമ്മുടെ സംസ്കാരം എന്താണെന്ന് നമ്മളെ കുട്ടികളിലേക്ക് പകർന്നു നൽകിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ